വിവാദങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങനെ അവർ ഒരുമിച്ച് വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. NDTV ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന്റെ കാര്യം എന്താണ്? രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു വർഷം നമ്മളൊന്ന് പുറകോട്ട് പോകേണ്ടി വരും. 2024 ഡിസംബർ മാസം ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ചാർട്ടേഡ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്താണ് വിജയും തൃഷയും പോയത്. അതിന്റെ ഫോട്ടോസും പാസഞ്ചർ ലിസ്റ്റും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗ് ഉയർന്നു. ഒരു മണിക്കൂറിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ഹാഷ്ടാഗാണ് ഉയർന്നു പൊങ്ങിയത്. അന്ന് ആ സമയത്ത് വിജയുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് കഥകൾ ഉണ്ടാക്കിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഈ അടുത്ത് വിജയുടെ ഭാര്യ സംഗീത ചെങ്കൽപ്പേട്ട കുടുംബ കോടതിയിൽ നൽകിയ ഡിവോഴ്സ് പെറ്റീഷൻ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെ ആയിരുന്നു. ഇനി എന്താണ് വിജയുടെ ഭാവി എന്ന് നമ്മൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരുടെയും ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി. ഈ പറയുന്ന എല്ലാം കെട്ടുകഥകളാണ്. ഇവർ രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് വാദിക്കാൻ ഇവിടെ ഒരു കാര്യമുണ്ട്. അറിയപ്പെടുന്ന പ്രൊഡ്യൂസറായ കൽപ്പാത്തി സുരേഷിന്റെ മകന്റെ റിസപ്ഷനാണ് ഇപ്പോൾ വിജയും തൃഷയും ഒരുമിച്ച് കണ്ടിരിക്കുന്നത്. ഗോട്ട് സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ അർച്ചന കൽപ്പാത്തിയുടെ ഏറ്റവും ഇഷ്ട നടൻ വിജയും നടി തൃഷയുമാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അർച്ചനയ്ക്ക് വിജയോടും തൃഷയോടും. വീഡിയോയിലും വളരെ വ്യക്തമാണ് ഇവരെല്ലാം ഒരുമിച്ച് നിന്നാണ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് വിജയും തൃഷയും മാത്രമാണ് എന്നുള്ളതാണ്. ഗോട്ട് എന്ന സിനിമയിൽ വിജയും തൃഷയും ഒരുമിച്ച് അഭിനയിച്ചത് കൊണ്ട് തന്നെ വളരെ പ്രൊഫഷണൽ ആയ ഒരു കാര്യമായിട്ട് നമുക്കിതിനെ കാണാം. സംഗീതയുടെ പെറ്റീഷനിൽ പറയുന്ന പോലത്തെ കാര്യങ്ങളുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ലെങ്കിൽ ഇവർ രണ്ടുപേരും സ്വീകരിച്ച വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണിത്. ഇനി അതല്ല മറിച്ചാണ് കാര്യങ്ങളെങ്കിൽ വിജയ് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു അനീതി തന്നെയാണ്.